പ്രിയ പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ എസ് ശ്രീകാന്ത്. ഒട്ടനേകം പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ ഇന്നത്തെ ദിവസവും സംഭവിക്കാനുണ്ട്. കുറേയധികം വാർത്തകൾ ഇന്നലെ അർദ്ധരാത്രി ഏറ്റവും ഒടുവിലായി വന്നതുണ്ട്. അപ്പോൾ അവയെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള രാവിലത്തെ വാർത്താ ബുള്ളറ്റിൻ, ദേശീയ വാർത്താ ബുള്ളറ്റിൻ നേഷൻ ഫസ്റ്റ് തുടങ്ങുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് രാവിലെ ഒരു ബെഡ് കോഫിയും അതോടൊപ്പം തന്നെ പത്രവുമൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ പഴയ കാലം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കട്ടൻ കാപ്പിയൊക്കെയായി രാവിലത്തെ പത്രമൊന്ന് വായിക്കുന്ന ശീലം. ചിലർ കടകളിലൊക്കെ പോയിരുന്ന് പത്രങ്ങൾ വായിച്ച് വാർത്തകൾ അറിയാറുമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് മാറി. രാവിലെ എല്ലാവരും ജോലി തിരക്കിലാണ്. സ്കൂളുകളിൽ പോകണം, ബിസിനസ് കാര്യങ്ങൾ, ജോലി, അങ്ങനെ ഒട്ടനേകം പ്രശ്നങ്ങൾ, ജീവിത പ്രാരാബ്ദങ്ങൾ ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല വാർത്തകൾ അറിയാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഉപാധിയാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ. രാവിലെ 8 മണിക്ക് നിങ്ങളുടെ ജോലികൾ നടക്കുന്നതിനിടയിൽ മൊബൈലിലോ ടി വിയിലോ ഒക്കെ തന്നെ നേഷൻ ഫസ്റ്റ് വെച്ച് ഇത് കാണുക, കേൾക്കുക. അപ്പോൾ ദേശീയ വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രം രാവിലെ തന്നെ പ്രിയ പ്രേക്ഷകർക്ക് ലഭ്യമാണ്. അപ്പോൾ വാർത്തയിലേക്ക് കടക്കുന്നു. CJPയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആദ്യം. CJP വക്താവ് അശുതോഷ് രംഗ ഉൾപ്പെടെ 60 പേർക്കെതിരെ SC/ST അട്രോസിറ്റീസ്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത രാജസ്ഥാൻ പോലീസ്. മർദ്ദനം, ജാതി അധിക്ഷേപം, ജാതി പരാമർശം എന്നിവ ഉൾപ്പെടുത്തിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാംപുര കൻവർപുര ഗ്രാമത്തിലെ ഒരു ദളിത് യുവാവിൻ്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 21-ന് രാംപുര കൻവർപുരയിലെ സർക്കാർ സ്കൂളിൽ CJP സന്ദർശനത്തിനിടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ ആ ഗ്രാമീണരും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലെ ആളുകളും ചേർന്ന് ഈ നഗരങ്ങളിൽ പോയി ആളുകളെ ഭയപ്പെടുത്തുന്നത് പോലെ ഗ്രാമത്തിൽ പോയി ആളുകളെ ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. അവർ നന്നായി പെരുമാറി വിട്ടു. മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിലെ സർക്കാർ സ്കൂളിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചെന്നാരോപിച്ച് ഈ കോക്രോച്ച് ജനതാ പാർട്ടി കൺവീനർ അഭിജിത്ത് ദീപ്കെ, പാർട്ടി പ്രവർത്തകൻ അജിങ്ക്യ ഷിൻഡെ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഔസയ്ക്കടുത്തുള്ള ജാവാലിയിലെ ZP ഉറുദു സ്കൂളിൽ അതിക്രമിച്ച് കയറിയെന്ന് ചൂണ്ടിക്കാട്ടി 53-കാരിയായ അധ്യാപിക സയ്യിദ് ഷംഷദ് ബാനോ ഖൈറത്ത് അലിയാണ് പരാതി നൽകിയത്. അപ്പോൾ കൊത്തി അഭിജിത്ത് ദീപ്കെ മുറത്തിൽ കയറിയാണ് കുത്തിയത്. അപ്പോൾ ഉറുദു സ്കൂളിൽ കയറിയ അഭിജിത്ത് ദീപ്കയ്ക്ക് കയ്യോടെ കിട്ടി ഒരു പരാതിയും ഒരു കേസും. സാധാരണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ പരിപാടി തുടർന്നുകൊണ്ടിരുന്ന അഭിജിത്ത് ദീപ്കെ കൊത്തി മുറത്തിൽ കുത്തി പണിയും കിട്ടി. ദീപ്കയും സംഘവും അനുമതിയില്ലാതെ സ്കൂളിൽ പ്രവേശിച്ച് ക്ലാസ്സുകളിൽ ഇരുന്ന വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അധ്യാപനം തടസ്സപ്പെടുത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. തൻ്റെ ഉൾപ്പെടെ സ്ത്രീ അധ്യാപകരുടെ ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ പകർത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. രാവിലെ തന്നെ ദേശീയവാദികൾക്ക്, രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായ വാർത്തയാണ് നൽകുന്നത്. എല്ലായ്പ്പോഴും ഈ ഹൂളിഗാനിസം അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. മഹാറാണ പ്രതാപിൻ്റെയൊക്കെ പാരമ്പര്യം പേറുന്നവരാണ് രാജസ്ഥാനികൾ. അപ്പോൾ അവിടെ പോയി അതിക്രമം കാണിക്കാൻ ഈ അശുതോഷ് രംഗയൊക്കെ ശ്രമിക്കുന്നതിന് മുൻപ് ആലോചിക്കേണ്ടത് അവിടെ നല്ല നാടൻ തല്ല് കിട്ടും എന്നുള്ളതായിരുന്നു. അത് കിട്ടുകയും ചെയ്തു. കേസുമായി SC/ST അട്രോസിറ്റീസ് പ്രകാരം കേസെടുത്താൽ ജാമ്യം കിട്ടാൻ വരെ വലിയ ബുദ്ധിമുട്ടാകും. മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പഞ്ചാബിൽ അകാലിദളുമായി സഖ്യത്തിന് BJP. ഇത് ഇരു പാർട്ടികളും തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ നടന്നത് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മുൻപ് ഇരു പാർട്ടികളും തമ്മിൽ സഖ്യം നിലനിന്നിരുന്നു. പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും കാര്യമായ പ്രകടനം ഇരു കൂട്ടർക്കും കാഴ്ചവെക്കാൻ പക്ഷേ സാധിച്ചിരുന്നില്ല. മാറിയ സാഹചര്യത്തിൽ ജയസാധ്യത കൂടി മുന്നിൽ കണ്ടാണ് വീണ്ടും സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്.
അകാലിദൾ നേതാവ് വിക്രം സിംഗ് മജീദിയ ഉൾപ്പെടെ സഖ്യം വേണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. 40 സീറ്റ് വരെ BJPക്ക് നൽകാൻ അകാലിദൾ തയ്യാറാകും എന്നാണ് വിവരം. പ്രിയ പ്രേക്ഷകരെ, പഞ്ചാബ് എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തി സംസ്ഥാനമാണ്. പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും അധികം ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നതും മയക്കുമരുന്ന് കള്ളക്കടത്ത് നടക്കുന്നതും ഈ ക്രൈസ്തവ മതപരിവർത്തനം കൊടുമ്പിരി കൊള്ളുന്നതും അത് പഞ്ചാബിലാണ്. ഖലിസ്ഥാൻ പോലെയുള്ള വിഘടനവാദ സംഘടനകളും ശക്തമാണ്. ഈ അടുത്ത ISI ബാക്കപ്പുള്ള ഒരു കൊടും ഭീകരനെ പിടിച്ച വാർത്ത നിങ്ങൾ കേട്ട് കാണും. അമൃത്സറിലെ ആ കമ്മീഷണറെ പിടിച്ച കമ്മീഷണറെയാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ഈ ഭഗവന്ത് മന്നിൻ്റെ സർക്കാർ പുറത്താക്കിയത്, അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഈ കൊടും ഭീകരർക്കും വിഘടനവാദികൾക്കും മതപരിവർത്തന മാഫിയയ്ക്കും മയക്കുമരുന്ന് മാഫിയയ്ക്കും ആയുധ കള്ളക്കടത്തുകാർക്കും നിർബാധം അവിടെ വാഴാൻ സാധിക്കുന്ന തരത്തിലാണ് അവിടുത്തെ ഇപ്പോഴത്തെ സർക്കാർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് തകരണമെങ്കിൽ ഏതെങ്കിലും ഒരു ദേശീയ പ്രസ്ഥാനം അവിടെ അധികാരത്തിൽ വന്നേ തീരൂ, അല്ലെങ്കിൽ പഞ്ചാബ് നമുക്കൊരു തീരാ തലവേദനയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ BJPയും അകാലിദളും പഴയ പിണക്കം മറന്നൊന്നിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പഞ്ചാബ് ഭാവിയിലും കത്താതിരിക്കട്ടെ, വളരെ ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതേ പറയാനുള്ളൂ. അതിൽ ഈ ആം ആദ്മി പാർട്ടി പോലെയുള്ള ഈ വിഘടനവാദ സംഘടനകൾ സംവിധാനങ്ങൾ ഭരിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഒരു രാജ്യസ്നേഹി രാഷ്ട്രസ്നേഹി എന്ന നിലയിൽ എൻ്റെയും ആഗ്രഹം. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും സെപ്റ്റംബർ 15-ന് മുൻപ് വീണ്ടും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. അപ്പോൾ കഴിഞ്ഞ മൺസൂൺ സെഷനിൽ വനിതാ സംവരണ ബില്ലും ഡീലിമിറ്റേഷൻ ബില്ലും പാസ്സാക്കാൻ സാധിച്ചിരുന്നില്ല, അതുണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പിന്നീട് ഇനി എപ്പോൾ വരും എന്നൊരു ചോദ്യം ഉയർന്നെങ്കിലും അതിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. FCRA മാത്രം JPCക്ക് വിടുകയും ചെയ്തു. ഇപ്പോൾ കിട്ടുന്ന വിവരം സെപ്റ്റംബർ 15-ന് മുൻപ് ആ ബില്ല് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ്. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തേക്കും എന്നാണ് വിവരം. ഓഗസ്റ്റ് 13-ന് മൺസൂൺ സമ്മേളനം അവസാനിച്ചെങ്കിലും രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി സമ്മേളനം പിരിച്ചുവിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം ഇനിയും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ സമ്മേളനം പിരിച്ചുവിട്ടതായി ഇനിയും രാഷ്ട്രപതി പറഞ്ഞിട്ടില്ല. അത് ബോധപൂർവം സർക്കാർ തന്നെ ഈ രീതിയിൽ നീട്ടിയതാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഡീലിമിറ്റേഷൻ ബില്ലും വനിതാ സംവരണ ബില്ലും കൊണ്ടുവരിക എന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്നും മനസ്സിലാകുന്നു. ഇത് സർക്കാരിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സാധ്യത തുറന്നിടുന്നു എന്നാണ് വാർത്തകൾ. കഴിഞ്ഞ സമ്മേളനത്തിനിടയിലും സർക്കാർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം DMKയും അതോടൊപ്പം തന്നെ ശരത് പവാറിൻ്റെ പാർട്ടിയും ഇപ്പോൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ ബില്ല് പുഷ്പം പോലെ പാസ്സാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരടി പിന്നോട്ട് പോയെങ്കിലും 2 അടി മുന്നോട്ട് വയ്ക്കാനാണ് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഡീലിമിറ്റേഷൻ വനിതാ സംവരണ ബില്ലുകൾ പാസ്സാകാൻ പോകുന്നു, അതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. അത് പാർലമെന്റിലേക്ക് എത്താൻ പോകുന്നു. സെപ്റ്റംബർ 15-ന് മുൻപ് അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. മൺസൂൺ സെഷൻ, ഇപ്പോൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ലാത്ത മൺസൂൺ സെഷൻ ഉണ്ടാകും എന്നാണ്, ഇപ്പോൾ പ്രത്യേക സമ്മേളനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഒരു ബില്ല് വരട്ടെ, വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട പഞ്ചാബിലെ ഒരു വാർത്തയാണ്. പഞ്ചാബിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെയും മുഖ്യമന്ത്രി ഭഗവന്ത് മന്നിനെയും പ്രതിരോധത്തിലാക്കുന്ന വൻ രാഷ്ട്രീയ വിവാദം ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഒരു പീഡന കേസ് ഒതുക്കി തീർക്കുന്നതിനും പ്രതികളെ രക്ഷിക്കുന്നതിനുമായി മുഖ്യമന്ത്രിയുടെ ഭാര്യ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ അവിടെ പുറത്തു വന്നിരിക്കുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട BJP രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വെളിപ്പെടുത്തലിൽ ഇതിനോടകം കേസും രജിസ്റ്റർ ചെയ്തു. മുൻ പഞ്ചാബ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രഞ്ജിത് സിംഗ് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ അതിവേഗ ഇടപെടൽ.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുൻ ജസ്റ്റിസ് തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യ പീഡനക്കേസിലെ പ്രതിയെ രക്ഷിക്കുന്നതിന് 5 കോടി രൂപ വാങ്ങിയെന്ന്. കുടുംബത്തോടെ കള്ളന്മാരാണ് എന്ന് നമ്മൾ തമാശയ്ക്ക് പറയും. ഇത് അക്ഷരാർത്ഥത്തിൽ ഈ ആം ആദ്മി പാർട്ടി പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ വന്നതാണ്, അഴിമതി രഹിതമായ പാർട്ടി എന്ന് പറഞ്ഞതാണ്. ഇതാ അവരാണ് ഒരു പീഡനക്കേസിലെ പ്രതിയുടെ കയ്യിൽ നിന്നും 5 കോടി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യ. എന്തിനാണെന്നോ? ആ പ്രതിയെ രക്ഷിക്കാൻ. ഇവരാണ് പഞ്ചാബിൽ വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്നത്. ഇവരുടെ ഓമന സന്താനങ്ങളാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന അഭിജിത്ത് ദീപ്കയും അശുതോഷ് രംഗയും, ആ വാ തുറന്നാൽ വിടുവായത്തം പറയുന്ന, തെറി മാത്രം പറയുന്ന സൗരവ് ദാസും. ഒന്ന് ആലോചിക്കൂ, ഇവരൊക്കെയാണ് ജെൻസി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ യുവത്വത്തെ നയിക്കാൻ വരുന്നത്. ഇവരെ എന്ത് പറയണം എന്ന് അറിയില്ല. പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ ജില്ലാ കളക്ടർമാർ നടപടികൾ വേഗത്തിലാക്കി. കളക്ടർമാർക്ക് ഇതിനായി കേന്ദ്ര സർക്കാർ അധികാരം നൽകിയതിന് പിന്നാലെയാണ് നടപടികളിലേക്ക് കടന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, അസം, ത്രിപുര, ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ കളക്ടർമാർക്കാണ് ഈ അധികാരം നൽകിയിട്ടുള്ളത്. അസമിലെയും ത്രിപുരയിലെയും ചില ആദിവാസി മേഖലകളെ ഒഴിവാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അർഹരായ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അപേക്ഷകളാണ് പരിഗണിക്കുക. അപേക്ഷകരുടെ രേഖകളും യോഗ്യതയും പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനം. പൗരത്വ അപേക്ഷകളുടെ നടപടിക്രമം പ്രാദേശിക തലത്തിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിർത്തി മേഖലകളിൽ നിന്നുള്ള അപേക്ഷകൾ വേഗത്തിൽ പരിശോധിച്ച് തീർപ്പാക്കും. അപേക്ഷകളിൽ നിയമപ്രകാരമുള്ള പരിശോധന പൂർത്തിയാക്കിയേ പൗരത്വം അനുവദിക്കൂ. ഈ CAA കൊണ്ടുവന്നതിനാണ് കോൺഗ്രസും ഇവിടുത്തെ സകലമാന പാർട്ടികളും, ഇവിടുത്തെ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റവും, കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും, ഒരു വിഭാഗം അല്ലെന്നേ, ജനം ഒഴികെ ബാക്കി എല്ലാവന്മാരും ഈ രീതിയിൽ വലിയ കലാപം അഴിച്ചുവിടാൻ ശ്രമം നടത്തിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവിടെ പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ഈ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഹിന്ദു, സിഖ്, ക്രൈസ്തവ വിഭാഗങ്ങൾ, ജൈന വിഭാഗങ്ങളൊക്കെ തന്നെ പെർസിക്യൂഷൻ അനുഭവിക്കുകയാണ്. അതായത് അവരെ കൊല്ലാക്കൊല ചെയ്യുകയാണ് അവിടുത്തെ ഭൂരിപക്ഷമായ മുസ്ലിങ്ങൾ. അപ്പോൾ അവർക്ക് ഈ ഉള്ളതെല്ലാം എടുത്ത് ഓടി വരുന്നവർക്ക് ഭാരതത്തിൽ ഒരു പൗരത്വം പോലും കൊടുക്കാൻ സമ്മതിക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഒരു കലാപം തന്നെ ഡൽഹിയിൽ അഴിച്ചുവിട്ടത്. ഇന്ത്യ ഭരിക്കുന്നത് പഴയ മൻമോഹൻ സിംഗോ പിറകിൽ നിന്നും ചരട് വലിക്കുന്ന സോണിയയോ അല്ല, ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരാണെന്ന് ഓർത്താൽ നന്ന്. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അത് മണിപ്പൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അത് കുറച്ച് കൗതുകം കൂടി ഉണ്ടാക്കുന്ന ഒരു വാർത്ത. സെൻസസിന് മുൻപ് ദേശീയ പൗരത്വ രജിസ്റ്റർ വേണമെന്നാവശ്യപ്പെട്ട മണിപ്പൂരിൽ പ്രതിഷേധം. അതായത് സെൻസസ് എടുക്കുന്നതിന് മുൻപ് അവിടെ NRC നടപ്പിലാക്കണം എന്നാണ് മണിപ്പൂരികൾ പറയുന്നത്. അത് വല്ലാത്തൊരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ഇംഫാൽ താഴ്വരയിൽ ഇതുമായി ബന്ധപ്പെട്ട വൻ പ്രതിഷേധ പ്രകടനം അരങ്ങേറി. സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് NRC അനുകൂല പ്രതിഷേധം നടന്നത്. NRC നടപ്പിലാക്കണം എന്നാണ് ഇവർ നിലപാടെടുക്കുന്നത്. NRC എതിർക്കുന്നവർ മണിപ്പൂരിലേക്ക് എത്തുന്ന അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും ഇവർ പറയുന്നു. ഈ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നതിന് NRC നടപ്പിലാക്കണം, അതിനുശേഷം മതി സെൻസസ് എന്നാണ് മണിപ്പൂരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി അവിടുത്തെ മണിപ്പൂരിൻ്റെ സ്വത്വം തകർക്കുന്ന ഈ ബംഗ്ലാദേശികളെ പുറത്താക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. ഇനി NRC നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ CAA കാലത്ത് കണ്ടതിനേക്കാൾ വലുത് കാണേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സംസ്ഥാനം മുഴുവൻ ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ സംസ്ഥാനത്ത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്, അവരെ എങ്ങനെയെങ്കിലും എത്രയും വേഗം അടിച്ചു പുറത്താക്കണം, അതിനുശേഷം സെൻസസ് എടുത്താൽ മതി എന്നാണ് സ്ത്രീകളടക്കം ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന് മുന്നിലാണ് അവർ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സെൻസസിലേക്ക് പോകുന്നതിന് മുൻപ് NRC നടപ്പാക്കാനുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കാരണം ആ സ്ഥലം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഗോത്രവർഗ മേഖലയാണ്. അപ്പോൾ അവരുടെ സ്വത്വം നശിപ്പിക്കുകയാണ് ഈ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി വരുന്ന
ഈ റോഹിംഗ്യകളും അതോടൊപ്പം ബംഗ്ലാദേശി ഇസ്ലാമിസ്റ്റുകളും. അതൊരു വല്ലാത്ത ഭീഷണിയാണ്. ബംഗാളിൽ BJP അധികാരത്തിൽ അവിടുത്തുകാർ കൊണ്ടുവന്നത് പോലും ഈ ബംഗ്ലാദേശികളെ ഭയന്നാണ്, അവരെ ഓടിക്കണം എന്നുറപ്പിച്ചാണ്. അവിടെ തൃണമൂലിൻ്റെ ഭരണം നടന്നപ്പോൾ ശ്വാസമെടുക്കാൻ കഴിയാതിരുന്ന CPIM-ഉം അവരുടെ മറ്റ് പോഷക സംഘടനകളും ഇപ്പോൾ BJP ഭരണത്തിന് കീഴിൽ തെരുവിൽ പ്രതിഷേധവും കൊടിപിടിക്കലുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ BJP വരണം, അവരുടെ കൊടിയിൽ പറയുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും നടപ്പാക്കാൻ എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ NRC എത്രയും വേഗം വരട്ടെ, അത് രാജ്യം മുഴുവൻ എത്തട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുംബൈയിലെ JNPTയിൽ നിന്നും വഡോദര ഡിവിഷനിലെ വാർനാമയിലേക്ക് കോൺകോറിന്റെ ഡബിൾ സ്റ്റാൻഡ് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ ഫ്ലാഗ് ഓഫ് ചെയ്തു. അതായത് ഡബിൾ ഡെക്കർ ട്രെയിൻ, ചരക്ക് നീക്കത്തിന് വളരെ വളരെ സഹായകമാകുന്ന ഡബിൾ ഡെക്കർ ട്രെയിൻ ഓടിത്തുടങ്ങി എന്നതാണ് വാർത്ത. 2 ട്രെയിനുകൾ കൂട്ടിയിണക്കിയതാണ് ഡബിൾ സ്റ്റാക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ. ആകെ 360 TEU കണ്ടെയ്നറുകളാണ് ഈ ട്രെയിനിൽ കൊണ്ടുപോയത്. ഏകദേശം 422 കിലോമീറ്റർ ദൂരം ട്രെയിൻ സഞ്ചരിച്ചു. ഓഗസ്റ്റ് 21 വൈകുന്നേരം 7 മണിയോടെയാണ് കണ്ടെയ്നർ ലോഡുമായി ട്രെയിൻ JNPTയിൽ നിന്നും പുറപ്പെട്ടത്. ഈ ലോങ് ഹോൾ ട്രെയിനിൽ 2 ഡബിൾ സ്റ്റാക്ക് റേക്കുകളാണ് ഉള്ളത്. മുന്നിലെ റേക്കിന് 1817 ടണ്ണും പിന്നിലെ റേക്കിന് 2105 ടണ്ണും ആണ് ഭാരം. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ UPA ഭരിച്ചിരുന്ന കാലത്ത്, ഇന്നത്തെ ജെൻസി വിദ്യാർത്ഥികളോടാണ്, UPA ഭരിച്ചിരുന്ന കാലത്ത് തകരം കൊണ്ട് അടിച്ച റെയിൽവേ ട്രെയിൻ മാത്രമാണ് നമ്മൾ കണ്ടത്. ആ റെയിൽവേ ട്രാക്കുകൾ തുപ്പിയും മറ്റൊരു സംഗതി ചെയ്തും നാമാവശേഷമാക്കിയിട്ടിരുന്നു. ചപ്പുചവറുകൾ വാരിയെറിഞ്ഞ് തകർന്ന റെയിൽവേ സ്റ്റേഷനുകളായിരുന്നു. ഇന്ന് ഏറ്റവും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് എക്സ്പ്രസ്, വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ളവ ഓടുന്നു. ഇതാ ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിനും വന്നു, ഡബിൾ ഡെക്കർ ട്രെയിനും കൂടിയെത്തി. ഈ മോദിയാണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതും തെരുവിൽ അദ്ദേഹത്തിനെതിരെ കലാപത്തിന് ഇവരൊക്കെ ചേർന്ന് ശ്രമം നടത്തുന്നതും. ഒരു വാർത്ത കൂടി പറഞ്ഞ് നമ്മുടെ നേഷൻ ഫസ്റ്റിൻ്റെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പാറ്റ പാർട്ടിയുടെ സ്വാധീനം മറികടക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ് എന്നതാണ് വാർത്ത. രാഹുലിനെ മറികടന്ന് പ്രതിപക്ഷ നിരയിലേക്ക് പാറ്റ പാർട്ടി നേതാക്കൾ എത്തിയത് കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നു എന്നതാണ് വരുന്ന വിവരം. രാജ്യമാസകലം ജൻസി പരിപാടികൾ നടത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും രാഹുലിനെ റീലോഞ്ച് ചെയ്യാനാണ് പാർട്ടിയുടെ ശ്രമം എന്നും വാർത്തയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം പൂനെയിൽ ചാത്രോങ്കി ഗൂഞ്ച് എന്ന പരിപാടി നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അത് നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കൂ, എത്ര കാലമായി ഈ വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടതാണ് മിന്നൽ രാഹുൽ എന്ന്. ഇതിനു മുൻപ് തീയാളി രാഹുൽ എന്നായിരുന്നു ഹെഡിങ്. അതിനു മുൻപ് വേറെ എന്തോ ഹെഡിങ് ആയിരുന്നു. എൻ്റെ പൊന്ന് മുത്തശ്ശി പത്രമേ, എത്ര കാലമായി നിങ്ങൾ ഈ പണി തുടങ്ങിയിട്ട്? ഒരു തവണ പോലും തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്നതാണ് അവസ്ഥ. വീണ്ടും ഈ 56 വയസ്സ് കഴിഞ്ഞ ഈ യുവാവിനെ റീലോഞ്ച് ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പാറ്റകൾ വന്നതോടെ പ്രസക്തി നഷ്ടമായ രാഹുലിനെ എങ്ങനെയെങ്കിലും നിറച്ചു നിർത്താനാണ് ശ്രമം. കഴിഞ്ഞ ദിവസം പൂനെയിൽ നടന്ന പരിപാടിയിൽ 25,000 രൂപ വീതം ഇൻഫ്ലുവൻസർമാർക്കാണ് നൽകിയാണ് അത് വലിയ ഹിറ്റാക്കാൻ കൊണ്ടുവന്നത്. കോൺഗ്രസിന്റെ ആളുകൾ നടത്തുന്ന കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളെ അവിടേക്ക് ഒഴുക്കിക്കൊണ്ടുവരികയായിരുന്നു എന്ന് വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതും പോരാഞ്ഞ് സഞ്ജയ് റൌത്ത്, ശിവസേനയുടെ ഒരു നേതാവാണ്. അയാൾ മെക്സിക്കോയിലെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലെ വിഷ്വൽ കൊടുത്തിട്ട് മോദിക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. രാഹുലിൻ്റെ പരിപാടിയാണത്രേ. അപ്പോൾ ഇവരൊക്കെ കൂടെ ഉള്ളിടത്തോളം കാലം രാഹുൽ ഗാന്ധി എത്ര റീലോഞ്ച് ചെയ്താലും ഭാവി പ്രധാനമന്ത്രി തന്നെയായിരിക്കും. എല്ലാവിധ ആശംസകളും.